എടുത്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഡെയിൻ മൈ ലൈഫ് എടുക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ എടുക്കുന്നു നോക്കാം. എടുത്താലോ. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ വേവിച്ചത് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. ഇത് കാരണം രാവിലെ നമുക്ക് ചിക്കൻ കറിയും കപ്പ വേവിച്ചതും ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കപ്പയ്ക്ക് ആവശ്യമുള്ള വെള്ളവും അതിൽ നിറച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് കയറ്റി വെക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് കപ്പയ്ക്ക് ചേർക്കാനുള്ള ചേരുവകൾ. അത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പം കപ്പ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളം ഊറ്റിക്കളയാം. ഞാനിപ്പം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ച അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കപ്പ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കുഴഞ്ഞിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കപ്പ നല്ലതായിട്ട് ഇങ്ങനെ വെന്ത് കിടക്കുന്നതാണ് ഇഷ്ടം, അല്ലാതെ കിടക്കാൻ എനിക്ക് ഇഷ്ടമില്ല. തേങ്ങാപ്പീര നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. തേങ്ങ നിങ്ങളെല്ലാവരും ഇത്ര കൂട്ടണമെന്നില്ല, ഞാൻ കൂട്ടിയിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമായത് കാരണം. അതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് എണ്ണയും കടുകും ചായച്ചിട്ടപ്പോൾ മറ്റൊന്നും കൂടെ ചതച്ചിട്ടില്ല. അപ്പം ഇനി നമുക്ക് കുറച്ച് ചായകൾ ഉണ്ടാക്കാം. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇന്നലെ വൈകിട്ട് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. ഫൈനലി നമ്മുടെ കപ്പ വെച്ചിട്ടും ചിക്കൻ കറിയും ചായ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്കിത് കഴിക്കാം. ഓക്കെ, ഇനി നമുക്കിത് കഴിക്കാം. ഇത് കഴിക്കാൻ നമ്മൾ ആദ്യം ചാറ് ഇങ്ങനെ ഒഴിക്കണം. ഓക്കെ, ഇതിനകത്തുനിന്ന് കുറച്ച് പീസ് എടുക്കണം. നല്ല ചൂടാണ്. ചാറും പീസും കൂടെ കണ്ടോ ഗൈസ്, ഇതിവിടെ കൂട്ടി. ഇങ്ങനെ ഞാൻ അത്ര സവോളയൊക്കെ ഇട്ട് ചെറുതായിട്ട് മിക്സിയിലിട്ട് വരട്ടിയെന്ന് പറയും. അത് കാരണം നല്ല ടേസ്റ്റായിരുന്നു. നല്ല ചാറായിട്ട് നമുക്ക് ഇറങ്ങി. നിങ്ങളുടെ വയസ്സ് ഞങ്ങൾ ട്രീ ഉണ്ട്. ഇത് ഞങ്ങളുടെ ട്രീയാണ്. ക്രിസ്മസ് ട്രീയാണ്. ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ചുമ്മാ ലൈറ്റ് മാത്രം വെച്ചേക്കുക. അതിനകത്തിട്ട് നമ്മുടെ ഏണ്ട സാധനങ്ങൾ കൊണ്ട് പൂക്കിടുന്നത് സ്റ്റാറൊക്കെ ഉണ്ട്, അതൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ ഇരിക്കൊന്നും തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടായിരുന്നു. പ്രാവശ്യം എൻ്റെ കെട്ടിയൊന്നും ചെയ്തു. ഞാൻ ഒരു ചായ ലവറായത് കാരണമാണ് ഒരു ഗ്ലാസ് കൂടെ എടുക്കണേ. രാവിലെയാണ് ഒരു കാറ്റൊന്നുമില്ല, ഭയങ്കരമായിട്ട് ചൂട് കിട്ടുന്നു. ഈ ചെറിയ പ്ലേറ്റ് ഞാൻ വാങ്ങിച്ചത് ഏകദേശം നല്ല വണ്ണം കിട്ടും. അപ്പം വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് വലിയ പ്ലേറ്റ് ആണെങ്കിൽ വണ്ണം കൂട്ടാനായിട്ട് വലിയ പ്ലേറ്റ് എടുക്കും. ഇതായത് ചോറ് കൂടുതൽ എടുക്കുന്നതായിട്ട്. അപ്പോൾ നമ്മളിപ്പം വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെറിയ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി ചോറൊക്കെ എടുക്കും. അതിനാണ് ഈ ചെറിയ പ്ലേറ്റ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഒന്ന് വെച്ചാൽ ചെറിയ പ്ലേറ്റ് വാങ്ങിച്ചാലും ന്യായമായിട്ട് എടുക്കാൻ പറ്റുന്നത് പിന്നെ എടുക്കണമെങ്കിൽ ഇത്. ഈ ജന്മത്തിൽ ഞാനായിട്ട് ഇനി വണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു. കാരണം ഫുഡില്ലാതെ എനിക്ക് രക്ഷയില്ല. ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് എൻ്റെ വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുഡില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഫുഡാണ് എൻ്റെ മെയിൻ. പക്ഷേ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളൂ ഡയറ്റ്. പക്ഷേ ഒരാഴ്ച ചെയ്യുന്നുള്ളൂ. ഒരാഴ്ച നന്നായിട്ട് ചെയ്തു. കാരണം ഒരാഴ്ച ഒരു മാസം അത് നന്നായിട്ട് ഞാൻ ചെയ്തു. ഒരാഴ്ച ഞാൻ ഫുഡിൽ ചോറ് കഴിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ സലാഡും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഷുഗർ കട്ട് ചെയ്തായിരുന്നു. പിന്നെ അല്ലാതെ വേണ്ടാത്ത എണ്ണപ്പലഹാരം ഒന്നും ഞാൻ കഴിക്കുന്നില്ലായിരുന്നു. ഞാൻ ഇപ്പം ജോലിക്ക് പോയാലും വൈകുന്നേരം സമയങ്ങൾ ബേക്കറി പോയാലും അത് ഇതുണ്ടല്ലോ വട്ടയപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതുപോലത്തെ മാത്രം വാങ്ങിക്കുള്ളൂ. എണ്ണപ്പലഹാരം കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഒരാഴ്ച ചോറ് കഴിച്ചില്ല. ഇങ്ങനെ ചോറ് കട്ട് ചെയ്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു നേരം മാത്രം കുറച്ച് ചോറ്, ഒത്തിരി ഇല്ല, കുഞ്ഞുള്ള കൊടുക്കുന്നവർ കുറച്ച് ചോറ് ഞാൻ കഴിച്ചു. അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ ഒരു മാസം കൊണ്ട് എൻ്റെ വണ്ണം കുറഞ്ഞായിരുന്നു. എൻ്റെ എനിക്ക് ഭയങ്കര വയറുണ്ടായിരുന്നു. എൻ്റെ വയറ് അത്യാവശ്യം നല്ലതായിട്ട് കുറഞ്ഞു. പിന്നെ ഒരു മാസം ഒരു വിധത്തിലായിരുന്നു ചെയ്യും. അത് പിന്നെ എനിക്ക് മടിയായി. പിന്നെ ഞാൻ ചെയ്യില്ല. പിന്നെ എനിക്ക് പറ്റുന്നില്ല. അത് കാരണം ഞാൻ ആ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി. എൻ്റെ ഡയറ്റൊന്നും വേണ്ട, തോന്നിയ പോലെ ഞാനൊന്നും കഴിക്കുന്നു. നമുക്കിപ്പോഴല്ല എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ.
എനിക്കിട്ട് പോയി കഴിഞ്ഞാൽ മാറ്റിയില്ലെങ്കിലും എങ്ങാനും സ്പോട്ടിലാണ് ചപ്പ് എത്തിക്കുന്നില്ല അപ്പോൾ വയ്ക്കുക. റൈസ് എൻ്റെ ഇന്നത്തെ ഫുള്ള് പണി കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞാൻ കഴിക്കുന്നില്ല. രാവിലെ ഞാൻ കണ്ടമാനം കപ്പ വേവിച്ചത് കഴിച്ചായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കിപ്പോൾ വിശക്കൊന്നുമില്ല. എനിക്കൊന്ന് കുളിക്കണം. ഭയങ്കര വെയിലായിരുന്നു. വെയിൽ ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര ചൂട്, ഒടുക്കത്തെ വെയിൽ. അത് കാരണം ഭയങ്കര ക്ഷീണിച്ച്. ഇന്നതിൽ എല്ലാ ദിവസവും നമ്മൾ ജോലി കിട്ടി നാം കിട്ടുന്ന ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. വീട്ടിലെ പണി ഫുള്ള് ചെയ്യണം. സൂപ്പ് ഇട്ട് തുടയ്ക്കണം. എന്തൊക്കെയാണ് പയ്യന്മാരെല്ലാം പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ ക്ഷീണിച്ച് ഇനി എനിക്കൊന്ന് കുളിക്കണം, കിടന്നൊന്ന് ഉറങ്ങണം. കാരണം ഭയങ്കര ക്ഷീണമുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായ കുടിച്ചിട്ടുണ്ട്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി സെറ്റായി. ഇപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ചായക്ക് എന്നാ ഉണ്ടാക്കും? ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് ക്യാപ്സിക്കൊക്കെ ഇരിപ്പുണ്ട്, ചിക്കൻ ഇരിപ്പുണ്ടല്ലോ. ഇന്നലെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് ഇരിപ്പുണ്ട്. നൂഡിൽസ് ഉണ്ടാക്കാം. നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് തുണി ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം, അല്ല പിന്നെ തവിടെ കിടക്കും. ഞാൻ മറന്നു. അതെടുത്ത് വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കാം. ഞാൻ മാക്കി ഉണ്ടാക്കിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. അതായത് നല്ലതായിട്ട് മുങ്ങിയിട്ട് കോരി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനകത്തോട്ട് നൂഡിൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഇടാം. ഏതെങ്കിലും ഓയിലും ഇടാം, കുറച്ച് മതി. ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കണം. ഇതാട്ടോ നൂഡിൽസ് വെച്ചെടുക്കാം. നൂഡിൽസ് ഇതിനായിട്ട് എത്ര വിധീസാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇത്ര ഐറ്റംസാണ്. അപ്പം ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത്ര ഐറ്റംസ് നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ചിക്കനും മുട്ടയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇടാം. കുറച്ച് മതി, വേണ്ട. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചേക്കാം. നല്ലല്ലേ, വേണ്ടി ഇതും കഴിഞ്ഞു. വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി സെറ്റായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാം. അപ്പോൾ നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിനകത്ത് ഏറെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അത് നൂഡിൽസിനകത്ത് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഏറെ ഇട്ടുന്നുണ്ട്. ഇപ്പം ഇത് സെറ്റായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഈ നടക്ക് നമുക്ക് ചെറിയൊരു കുഴി കുത്താം. കുഴി കുത്തുന്ന എന്തിനായിരിക്കും? മുട്ട പൊട്ടിക്കാം. ഇത് ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് തരാം. അപ്പം 2 മുട്ട ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കും. 2 മുട്ട കൂടുതലാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ സത്യം പറയാം ഇതൊക്കെ ഫസ്റ്റ് ട്രൈ ചെയ്യാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ നൂഡിൽസ് ഫ്ലോപ്പായി പോകുമെന്നറിയത്തില്ല. നോക്കാതെ ഇത്രയും ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇന്നലെ ചിക്കൻ കറി വെച്ചില്ലേ, ആ ചിക്കൻ കറിക്കകത്ത് നിന്ന് ഞാൻ പീസ് എടുത്തിട്ട് ഞെരുക്കിയെടുത്താണ്. പക്ഷെ കുറച്ചുകൂടെ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നതും കുറച്ച് നല്ലതാണ്. ഇതിപ്പം മടിയുടെ വിളയാട്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതായിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ഇതേത് സെറ്റാണ്. ഇതിനകത്തോട്ട് നമുക്കിനി ഡാർക്ക് സോയാ സോസ് ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പാണ് ഇതിന്. ഇതിൻ്റെ പാക്കറ്റിലുള്ളായിരുന്നു. അതാണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് മിക്സ് ചെയ്താൽ മതി. 1 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നൂഡിൽസ് വെന്ത് വെച്ച നൂഡിൽസ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് എടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് ഇളക്കാം. ഈ സൈഡിലൊന്ന് നമുക്കൊന്ന് അടച്ചൊന്ന് സെറ്റ് ചെയ്യാം. അതിന് ആ സമയത്ത് നമുക്ക് ചായ ഉണ്ടാക്കാം. ഗൈസ്, ഫൈനലി നമ്മുടെ നൂഡിൽസ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ നൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. കുഴപ്പമില്ല കേട്ടോ, നല്ല കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടത്.
ഞാൻ പിന്നെ ലാസ്റ്റ് അതിനകത്ത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയി. അതും കൂടി ഇട്ടപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഓക്കെ ബൈ.